നമസ്കാരം. മിസ്റ്റർ പണിക്കർ, നിങ്ങളൊരു തെറ്റ് ചെയ്തു. ഞാൻ നിങ്ങളെ ഡിസ്മിസ് ചെയ്തു. ആ പരിഭവം പണിക്കരുടെ മനസ്സിലുണ്ടോ? ഉണ്ട്. ഇല്ല. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കിപ്പോ പണിക്കരുടെ സഹായം ആവശ്യമാണ്. പണിക്കരെ ഞാൻ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. നാട്ടുകാർ കാണുക ശിക്ഷിക്കും, വീട്ടുകാർ കാണുക ക്ഷമിക്കും. സാരമില്ല, ഒരു വക്കീലിന് ആദ്യം വേണ്ടത് തൊലിക്കെട്ടിയല്ലേ. പണിക്കര് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ? പിന്നെ അത് അങ്ങാടിപ്പാട്ടല്ലേ. സോറി, അല്ല, അരമന രഹസ്യം എന്നാ ഉദ്ദേശിച്ചത്. പിന്നെ മാഡം, ഇത് വെറും ഒരു ഡൈവോഴ്സ് കേസ് മാത്രമാക്കരുത്. നമുക്ക് അവന്റെ പേരിൽ 4-5 ക്രിമിനൽ കേസ് കൂടി ഫയൽ ചെയ്യാം. ഒരു 4-5 കൊല്ലം അകത്ത് കിടക്കട്ടെ എന്നേ. വിധി വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അവന്റെ കുടുംബം കുളം തോണ്ടണം. അവന്റെ കണ്ണുനീരന്റെ കാൽക്കൽ വീഴണം. അവന് പെങ്ങന്മാരുണ്ടോ? ഒരാളുണ്ട്, ഒറ്റപ്പാലത്ത്. അവിവാഹിതയാണോ? അതെ. ബാക്കി ഞാൻ ഏറ്റു. എങ്ങനെ? നമുക്ക് ഹംസയെ പുറത്തിറക്കണം. ആരാ എന്നെ പുറത്തിറക്കിയത്? ആരാ എനിക്ക് ജാമ്യം എടുത്തത്? ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത്. ആർക്കാരാ സഹിക്കാത്തത്? എനിക്കാണ് സഹിക്കാത്തത്. സാർ, എന്തിനാണ് സാർ എന്നെ പുറത്തിറക്കിയത്? നിന്നെ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ. അയ്യോ, അതിന് 1 മാസത്തെ പരോളല്ലേ ഉള്ളൂ. മറ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കൊന്നും ഉണ്ണാനുള്ള സമയം പോലും ഇല്ലല്ലോ. അത് മതി. എന്തായാലും നീ നാളെ നിന്റെ അച്ഛനെയും കൂട്ടി ഒന്ന് ഒറ്റപ്പാലത്ത് വരണം, ഒരു പെണ്ണ് കാണാൻ. അയ്യോ സാർ, എനിക്ക് അച്ഛനില്ല. അച്ഛനില്ലേ? അറിയില്ല എനിക്ക്. ഞാനാണ് നിന്റെ അച്ഛൻ. വെള്ളം ഇറങ്ങാതെ ചാകാൻ കിടന്ന സമയത്ത് പോലും എന്റെ അമ്മ എന്നോട് ഈ സത്യം പറഞ്ഞിരുന്നില്ല. ഞാൻ നിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാന്നാ പറഞ്ഞ. കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ നിന്നെ കൊണ്ട് കെട്ടിച്ച് അവളുടെ ജീവിതം കുളമാക്കാനുള്ളതിന്റെ കൊട്ടേഷൻ. ഇതാ അഡ്വാൻസ്. ഒരുപാട് തെറ്റിദ്ധരിച്ചു. പിന്നെ വേറൊരു കാര്യം, ഇന്ന് മുതൽ എന്റെ ഭാര്യ നിന്റെ അമ്മ, എന്റെ പെങ്ങൾ നിന്റെ പെങ്ങൾ. അപ്പോൾ ഞാൻ മോനെ ഇറങ്ങി വരൂ മോനെ. ഈ കുടുംബമാണ് അച്ഛാ തറവാടാക്കേണ്ടത്. ആരാ മനസ്സിലായില്ല? വെൽ, ഞാൻ വിശ്വനാഥ പണിക്കർ. ഇതെന്റെ ഒരേ ഒരു മകൻ കൃഷ്ണകുമാർ. ഇതെന്റെ ഒരേ ഒരു ഭാര്യ ശാരദ. ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ കൃഷ്ണ. ഇരിക്കൂ. കിട്ടിയ അവസരം മുതലെടുക്കല്ലേ. എന്താ വിശേഷിച്ച്? എന്റെ മകൻ കൃഷ്ണകുമാർ എന്നെ പോലെ തന്നെ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ്. ഈ അടുത്ത് ഇവിടെ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവൻ യാദൃച്ഛികമായി താങ്കളുടെ മകളെ കണ്ടു. ഇഷ്ടപ്പെട്ടു. ഓ, അപ്പൊ പെണ്ണ് കാണാനാണല്ലേ? പിന്നെ പെൺകുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ചന്തവാസന്തിയേക്കാൾ മൊഞ്ച്. എന്താ? അല്ല, ഇവന് കൊച്ചിനോട് എന്തൊക്കെയോ ഒന്ന് സംസാരിക്കണമെന്ന്. ഓ, അവിടം വരെയൊക്കെ ആയോ? അല്ല, എന്നായാലും വേണ്ടതല്ലേ. ചെല്ലു മോനെ, ചെല്ല്. വരൂ, ബെഡ്റൂമിലേക്ക് പോകാം. ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ? ചെല്ല്. ഓ, തടിക്കട്ടിലാണല്ലേ. എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ചോദിച്ചാൽ കുഴപ്പമാകുമെന്ന് കരുതിയാ ചോദിക്കാത്തത്. ചോദിച്ചോട്ടെ. ഇതെന്താ ഇവിടെ? എന്റെ ഏട്ടനാ. ഇയാളപ്പോ പോലീസാ? ഞാനൊന്ന് ഇറങ്ങട്ടെ. പെങ്ങൾക്ക് ഒരാലോചന. ബാങ്കിന്റെ കടവും കല്യാണവും. ടൗണിലുള്ള ആ സ്ഥലം പെട്ടെന്ന് വിൽക്കണമെന്നാ അച്ഛൻ പറയുന്നേ. ഇതാണ് ഞങ്ങളുടെ തറവാട് വക സ്ഥലം. മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമിയാണ്. എനിക്കും ആ ഭൂമിയിൽ തന്നെ ഉറങ്ങണമെന്നൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു. പാവം, ആവശ്യങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹങ്ങൾക്ക് എന്ത് പ്രസക്തി? ഭൂമി പുറത്തു പോവുകയും ചെയ്യരുത്, കാശ് കിട്ടുകയും വേണം. അതല്ലേ വിഷയം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എടോ, ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം നേടണം. അതാണ് മിടുക്ക്. മാഡത്തിന്റെ മരുമകൻ ഒരു കോടീശ്വരനാകാൻ പോകുന്നു. പുത്തൻകരയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന 10 ഏക്കർ സ്ഥലം നിസാര വിലയ്ക്ക് ലേലത്തിൽ പിടിച്ച് കടൽ വെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. ഏതോ ദുബായ് ഗ്രൂപ്പുമായുള്ള പാർട്ണർഷിപ്പ് ഡീലാണ് പോലും. ആര് പറഞ്ഞു? ഞാനൊരു സൗഹൃദ സംഭാഷണ വേളയിൽ മാഡത്തിന്റെ അംഗീകൃത ഭർത്താവിന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയതാ. ശനിയാഴ്ച ആ സ്ഥലത്തിന്റെ അവകാശ തർക്കമാണ് ലേലത്തിലെത്തിച്ചത്. ആ ഭൂമി അവന് കിട്ടരുത്. എന്ത് വില കൊടുത്തും
നമുക്കത് പിടിച്ചെടുക്കണം. ഓക്കെ. ലേലസംഖ്യ ഉറപ്പിച്ചാൽ ലേലത്തുക മുഴുവനും പണമായി തന്നെ കൈമാറേണ്ടതാകുന്നു. ലേലം തുടങ്ങുകയാണ്. 1 കോടി രൂപ. 1,10,00,000. 1.5 കോടി. 1.5 കോടി. 2 കോടി. 3 കോടി. ഇവരെന്തിനിവിടെ വന്നു? ലേലം കൂടാൻ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എന്റെ മേഡം അറിയാതെ ഒരു ലേലോ? മോനെ ചക്രവർത്തി, നിനക്ക് ഈ സ്ഥലം കിട്ടില്ല. നീ വിളിക്കുന്നതിന്റെ ഇരട്ടി വില കൊടുത്ത് എന്റെ മല്ലിക മേട ഈ ലേലം ഉറപ്പിച്ചിരിക്കും. ഞങ്ങൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോവാ. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. ഇതെന്റെ ജീവിത പ്രശ്നമാണ്, സഹായിക്കണം. എന്റെയും ജീവിത പ്രശ്നമാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. മാഡം വേണ്ട, ആരുടെയും വക്കാലത്തുമായി വക്കീൽ എന്റെ അടുത്തേക്ക് വരണ്ട. ഇതെന്റെ മകളുടെ പേരിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിയാ. 3 കോടി ഒരു തരം, 3 കോടി 2 തരം. 3,10,00,000. 4 കോടി. അല്ല, 5 കോടി. കോടികൾ ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ല്. വിളിക്കും മാഡം. 5 കോടി ഒരു തരം, 5 കോടി 2 തരം, 5 കോടി 3 തരം. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കരുത്. അതെ, വേഗം വസ്തു വെക്കണ പാർട്ടിനെ വിളിക്കണം. പണം എണ്ണി മേടിച്ച് ഒപ്പിടാൻ പറയണം. എനിക്കും മാഡത്തിനും ധൃതിയുണ്ട്. ഓക്കെ. തുക എണ്ണി നോക്കിയ ശേഷം രജിസ്ട്രേഷൻ. രാജാസ് ഗ്രൂപ്പിന്റെ പണമല്ലേ, ഞങ്ങൾക്ക് വിശ്വാസമാണ്. എക്സ്ക്യൂസ് മീ, ഇതെന്റെ അച്ഛന്റെ പേരുള്ള ഭൂമിയാ. ഞങ്ങൾ തലകുത്തിന്ന് ശ്രമിച്ചിട്ടും 2 കോടിക്ക് മേൽ മറിയാത്ത ഭൂമിയാ ഈ അങ്കളുടെ കാഞ്ഞ ബുദ്ധിയിൽ 5 കോടി രൂപയ്ക്ക് മറിഞ്ഞത്. അല്ല, മാഡത്തിന്റെ വക്കീലെന്തേ? കാള വെറ്റുമെന്ന് കേൾക്കുമ്പോ കുഞ്ഞുടുപ്പും ബേബി സോപ്പും മേടിക്കാൻ ഓടുന്ന വക്കീല് നല്ല പണിയാ കൊടുത്ത അല്ലങ്ങളെ. മിസ്റ്റർ മരുമകൻ, മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമി ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. എന്റെ മകളുടെ പേരിൽ രജിസ്റ്ററായ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി നീ തന്നെയാ. ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡ്. രാജാസ് ഗ്രൂപ്പിന് വിറ്റ ചരിത്രമില്ല, വാങ്ങിയ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് മരിച്ചു വിൽക്കുമെന്ന് പേടി വേണ്ട. I am Raja Mallika, and I will show you.